ഹായ് എവരി വൺ വെൽക്കം ടു നിഷ എജു ഹബ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് 1 UGC നെറ്റ് പേപ്പർ 1 യൂണിറ്റ് 1 ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ ടീച്ചിങ് മോഡൽസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതിലെ 4 ടീച്ചിങ് മോഡൽസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ മോഡൽ, ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ് മോഡൽ, ഫ്ലിപ്ഡ് ക്ലാസ് റൂം മോഡൽ, അതുപോലെ ബ്ലെൻഡഡ് ലേണിംഗ് മോഡൽ. ഒരുപാട് ടൈപ്സ് ഓഫ് മോഡൽസ് ഉണ്ട്. അപ്പൊ ഇപ്പം നമ്മൾ ഈ 4 മോഡൽസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം എന്താണ് ടീച്ചിങ് മോഡൽസ് അല്ലെങ്കിൽ അധ്യാപന രീതികൾ, ഓരോ ടൈപ്പ് ഓഫ് മോഡൽ, ഓരോ രീതികൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സ്ട്രക്ചേർഡ് ഇൻസ്ട്രക്ഷണൽ പ്ലാൻസ് ദാറ്റ് ആക്ട് ആസ് ഗൈഡ്സ് ഫോർ ഡിസൈനിങ് കരിക്കുലം, ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ് ആൻഡ് ക്ലാസ് റൂം ആക്ടിവിറ്റീസ് ടു ഹെൽപ്പ് സ്റ്റുഡൻസ് അച്ചീവ് സ്പെസിഫിക് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്. അതായത് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷണൽ പ്ലാൻസ് ആണ്. അപ്പൊ ഈ ഒരു രീതികൾ, ഈ പ്ലാൻസ് എന്ന് പറഞ്ഞാൽ ദേ ആക്ട് ആസ് ഗൈഡ്സ് ഫോർ ഡിസൈനിങ് കരിക്കുലം, അതായത് സിലബസ് രൂപകൽപ്പന ചെയ്യാനും, അതുപോലെ ഈ ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ്, ക്ലാസ് റൂം ആക്ടിവിറ്റീസ്, ക്ലാസ് റൂമിലെ പ്രവർത്തനങ്ങളും പഠന സാമഗ്രികൾ, മെറ്റീരിയൽസ്, അതുപോലെ ഈ സിലബസ് രൂപീകരിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള, ഘടനാപരമായിട്ടുള്ള, ഓരോ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഘടനകളായിട്ട് തരംതിരിച്ചിട്ടുള്ള എന്താണ് നിശ്ചിത പദ്ധതികളാണ് ഈ പറയുന്ന ടീച്ചിങ് മോഡൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഈ ഒരു കാര്യം എന്തിനാണ് ഇത്തരത്തിൽ കരിക്കുലം ഡിസൈൻ ചെയ്യുക, ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ്, അതുപോലെ ക്ലാസ് റൂം ആക്ടിവിറ്റീസ്, ഇതൊക്കെ കൊണ്ട് തന്നെ ടു ഹെൽപ്പ് സ്റ്റുഡൻസ് അച്ചീവ് സ്പെസിഫിക് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്, വിദ്യാർത്ഥികൾക്ക് ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള നിശ്ചിതമായിട്ടുള്ള ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്, പഠന ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതാണ് ടീച്ചിങ് മോഡൽസ് എന്ന് പറയുന്നത്. അപ്പൊ അതില് ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ മോഡൽ ഉണ്ട്, ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ് മോഡൽ, ഫ്ലിപ്ഡ് ക്ലാസ് റൂം മോഡൽ, ബ്ലെൻഡഡ് ലേണിംഗ് മോഡൽ. ഈ 4 മോഡൽസ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ, ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ മോഡൽ. ഇറ്റ് ഈസ് എ ടീച്ചർ സെന്റേർഡ് മോഡൽ ഓഫ് ടീച്ചിങ് ദാറ്റ് ഇൻവോൾവ്സ് എ ടീച്ചർ ഡെലിവറിംഗ് കണ്ടന്റ് ത്രൂ ലെക്ചേഴ്സ്, demonstrations or other instructional methods. Goal of this method is to provide students with clear, structured and organized lessons that cover specific learning objectives. അതായത് ഈ ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, ഇൻസ്ട്രക്ഷൻ മോഡൽ എന്ന് പറയുമ്പോൾ തന്നെ ടീച്ചർ സെന്റേർഡ് മോഡലാണ്. അതായത് അധ്യാപകർക്കാണ്, ടീച്ചേഴ്സിനാണ്, അവരെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ടീച്ചിങ് മോഡലാണ് ഈ ഡയറക്റ്റ് ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ മോഡൽ എന്ന് പറയുന്നത്. സോ എങ്ങനെയൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സ്റ്റുഡൻസിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം? ദാറ്റ് ഇൻവോൾവ്സ് എ ടീച്ചർ ഡെലിവറിംഗ് കണ്ടന്റ്സ്. ഏതൊക്കെ രീതിയിൽ കണ്ടന്റുകൾ ഷെയർ ചെയ്യാൻ പറ്റും? ത്രൂ ലെക്ചേഴ്സ്, അല്ലെ, ഡെമോൺസ്ട്രേഷൻസ് ഓർ അതർ ഇൻസ്ട്രക്ഷണൽ മെത്തേഡ്സ്. അതായത് ലെക്ചേഴ്സ് വഴി ഓരോ ഡിമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം, ഇല്ലുസ്ട്രേഷൻസ്, ഇമേജസ്, പിക്ചേഴ്സ് ഒക്കെ ഓരോന്ന് ഡിമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം. അപ്പൊ ഈ രീതികളിലൂടെ തന്നെയും ഡയറക്റ്റ് ആയിട്ട് വിദ്യാർത്ഥികൾക്ക് ടീച്ചർ എന്ത് ചെയ്യുക, സ്റ്റുഡൻസിന് ടീച്ചേഴ്സ് കണ്ടന്റ് ഷെയർ ചെയ്യുക, ഡെലിവറി ചെയ്യുകയാണ്. സോ ഗോൾ ഓഫ് ദിസ് മെത്തേഡ് ഈസ് ടു പ്രൊവൈഡ് സ്റ്റുഡൻസ് വിത്ത് ക്ലിയർ, സ്ട്രക്ചേർഡ് ആൻഡ് ഓർഗനൈസ്ഡ് ലെസൺസ് ദാറ്റ് കവർ സ്പെസിഫിക് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്. അപ്പം ഈ ഒരു മെത്തേഡിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? വിദ്യാർത്ഥികൾക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള, വ്യക്തവും ഘടനാപരവും ചിട്ടയോടും കൂടിയിട്ടുള്ള ക്ലാസ്സുകൾ നൽകുക എന്നതാണ് ഈ ഒരു രീതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു രീതി കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ടുള്ള ആ ഒരു ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്, പഠന ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ, നിശ്ചിതമായ പഠന ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഈ ഒരു മോഡൽ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ it can be effective for teaching foundational knowledge and skills, helpful for students who need explicit instruction and structure to learn effectively. The teacher may use visual aids or diagrams to illustrate the concept and then demonstrate how to apply it to a problem. The teacher may also use questions and answers to check students' understanding and reinforce കീ കോൺസെപ്റ്റ്സ്. അപ്പൊ ഈ ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ മോഡലിന്റെ മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇറ്റ് ക്യാൻ ബി എഫക്റ്റീവ് ഫോർ ടീച്ചിങ് ഫൗണ്ടേഷണൽ നോളജ് ആൻഡ് സ്കിൽസ്. വളരെ അടിസ്ഥാനപരമായിട്ടുള്ള അറിവുകളും അതുപോലെ സ്കിൽസ്, നൈപുണ്യങ്ങൾ, കഴിവുകളും ഒക്കെ പഠിപ്പിച്ചെടുക്കാൻ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള, ഫലപ്രദമായിട്ടുള്ള ഒരു മെത്തേഡാണ് ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ മോഡൽ ഹെൽപ്ഫുൾ ഫോർ സ്റ്റുഡൻസ് ഹു നീഡ് എക്സ്പ്ലിസിറ്റ് ഇൻസ്ട്രക്ഷൻ ആൻഡ് സ്ട്രക്ചർ ടു ലേൺ എഫക്റ്റീവ്ലി. അതായത് ഹു നീഡ് എക്സ്പ്ലിസിറ്റ് ഇൻസ്ട്രക്ഷൻസ്, കാര്യക്ഷമമായി പഠിക്കാൻ കൃത്യമായ നിർദ്ദേശങ്ങളും ഘടനയും ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മോഡല് വളരെയധികം സഹായകരമാണ്. ഓക്കെ, അതുപോലെ ദ ടീച്ചർ മേ യൂസ് വിഷ്വൽ എയ്ഡ്സ് ഓർ ഡയഗ്രാംസ് ടു ഇല്ലുസ്ട്രേറ്റ് ദ കോൺസെപ്റ്റ് ആൻഡ് ഡെമോൺസ്ട്രേറ്റ് ഹൗ ടു അപ്ലൈ ടു എ പ്രോബ്ലം. അപ്പൊ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ആശയങ്ങൾ വ്യക്തമാക്കാനും
അപ്പൊ എങ്ങനെ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി എടുക്കാൻ വിഷ്വൽ എയ്ഡ്സും ഡയഗ്രാംസും ഒക്കെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ദെൻ ഡെമോൺസ്ട്രേറ്റ് ഹൗ ടു അപ്ലൈ ഇറ്റ് ടു എ പ്രോബ്ലം. ആ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ എങ്ങനെ ഈ പറയുന്ന കാര്യങ്ങൾ ഉപയോഗിക്കണം, എങ്ങനെ പ്രയോഗിക്കണം എന്ന് കാണിച്ചു കൊടുക്കാനും ഈ ടീച്ചേഴ്സിന് വിഷ്വൽ എയ്ഡ്സ് അല്ലെങ്കിൽ ഡയഗ്രാംസ് ഒക്കെ യൂസ് ചെയ്യാം. ഓക്കെ, ദ ടീച്ചർ മേ യൂസ് വിഷ്വൽ എയ്ഡ്സ് ഓർ ഡയഗ്രാംസ് ടു ഇല്ലുസ്ട്രേറ്റ് ദ കോൺസെപ്റ്റ്. ഒരു കോൺസെപ്റ്റ് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കാൻ അതിന് സഹായകരമായിട്ടുള്ള PPT പ്രസന്റേഷൻസ് അല്ലെ, ഡയഗ്രാംസ് കാണിക്കാം, ചാർട്ട്സ് കാണിക്കാം, പിക്ചേഴ്സ് കാണിക്കാം, ഡയഗ്രാംസ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്നിട്ട് ദെൻ ഡെമോൺസ്ട്രേറ്റ് ഹൗ ടു അപ്ലൈ ഇറ്റ് ടു എ പ്രോബ്ലം. എന്നിട്ടൊരു പ്രശ്നത്തിലേക്ക് എങ്ങനെ ഈ ഒരു പ്രോബ്ലം, പർട്ടിക്കുലർ പ്രോബ്ലത്തിലേക്ക് എങ്ങനെ ഈ പറയുന്ന കാര്യങ്ങൾ പ്രയോഗിക്കണം എന്നുള്ളതും ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം. ദ ടീച്ചർ മേ ഓൾസോ യൂസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ടു ചെക്ക് സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റീഇൻഫോഴ്സ് കീ കോൺസെപ്റ്റ്. അപ്പം പ്രധാനപ്പെട്ട ആശയങ്ങളും വിദ്യാർത്ഥികൾക്ക് മനസ്സിലായോ എന്ന് പരിശോധിക്കണം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് വീണ്ടും ഒന്നും കൂടെ ഒന്ന് റീഇൻഫോഴ്സ് ചെയ്യണം, കൂടുതൽ കുറച്ചും കൂടി ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് മനസ്സിലായില്ലയോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഫീഡ്ബാക്ക്, ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ്, ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവർ കൃത്യമായിട്ടുള്ള ആൻസേഴ്സ് തരിക, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഡൗട്ട്സുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഈ മെത്തേഡിൽ ചെയ്യുന്നുണ്ട്, ഈ ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ മോഡലിൽ. അപ്പൊ അതുവഴി കുട്ടികൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി, അല്ലെങ്കിൽ കുറച്ചും കൂടി ആശയങ്ങൾ ആഴത്തിൽ എന്താണ് കൂടുതലായിട്ട് ഉറപ്പിക്കണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതിൽ ഉപയോഗമായിട്ടുള്ള കാര്യമാണ് ഈ ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ മോഡൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ് മോഡലാണ്. ഇൻക്വയറി എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, അന്വേഷണാത്മകമായിട്ടുള്ള ഒരു പഠന മാതൃകയാണ്. ഇറ്റ് ഈസ് എ സ്റ്റുഡന്റ് സെന്റേർഡ് അപ്രോച്ച് ടു ടീച്ചിങ് ആൻഡ് ലേണിംഗ് ദാറ്റ് എംഫസൈസസ് ക്യൂരിയോസിറ്റി, എക്സ്പ്ലോറേഷൻ ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്. ഇപ്പൊ ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ മോഡലിനകത്ത് ടീച്ചർ സെന്റേർഡ് ആയിരുന്നെങ്കിൽ ഇൻക്വയറി ബേസ്ഡ് എന്ന് പറയുമ്പോൾ കൂടുതൽ ലേണേഴ്സ് ആണ്, വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പഠന മാതൃകയാണ് ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുമ്പോൾ. അപ്പൊ അതുവഴി കുട്ടികൾക്ക് എന്താണ് കൂടുതലും എംഫസൈസ് ചെയ്യുന്നത്, ക്യൂരിയോസിറ്റി, ജിജ്ഞാസ അല്ലെ, അറിയാനുള്ള ആഗ്രഹം. പിന്നെ എക്സ്പ്ലോറേഷൻ, കുറച്ചു കാര്യങ്ങളും കൂടെ എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിക്കുക. പര്യവേഷണം, ക്രിട്ടിക്കൽ തിങ്കിങ്, വിമർശനാത്മകമായ ചിന്ത. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളിലേക്ക് കൂടുതൽ എംഫസൈസ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ സ്റ്റുഡൻസ് ആർ എൻകറേജ്ഡ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്, ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് ഡ്രോ ദെയർ കൺക്ലൂഷൻസ് ത്രൂ റിസർച്ച്, എക്സ്പെരിമെന്റേഷൻ ആൻഡ് പ്രോബ്ലം സോൾവിങ്. അപ്പൊ കുട്ടികളപ്പം അവർ തന്നെ ഇൻക്വയർ ചെയ്ത് പഠിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങൾ ഉയർത്താനും ചോദ്യങ്ങൾ ചോദിക്കാൻ അവരെ എന്ത് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ ആ ചോദ്യങ്ങളിൽ പല കാര്യങ്ങളെ അന്വേഷിക്കുക, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. പിന്നെ ആ ഒരു കൺക്ലൂഷനിലേക്ക്, ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുക. എങ്ങനെയൊക്കെയാണ്? ത്രൂ റിസർച്ച്, ഗവേഷണം, എക്സ്പെരിമെന്റേഷൻ, പരീക്ഷണങ്ങൾ, പ്രോബ്ലം സോൾവിങ്, പ്രശ്നപരിഹാരം. അപ്പൊ ഈ വഴിയൊക്കെ തന്നെയും എന്താണ്, സ്വന്തം നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അതുപോലെ ത്രൂ ദിസ് പ്രോസസ് സ്റ്റുഡൻസ് ഡെവലപ്പ് ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ് ആൻഡ് റിസർച്ച് സ്കിൽ ആൻഡ് ദേ ഗെയിൻ എ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സബ്ജക്ട് മാറ്റർ. അപ്പൊ ഈ ഒരു ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ് മോഡൽ, ഈ ഒരു പ്രക്രിയയിലൂടെ കുട്ടികൾക്ക് ക്രിട്ടിക്കൽ തിങ്കിങ്, വിമർശനാത്മകമായ ചിന്ത, പ്രോബ്ലം സോൾവിങ്, പ്രശ്നപരിഹാര മീൻസ് ആ ഒരു കഴിവ്, ആ ഒരു ശേഷി, പിന്നെ റിസർച്ച് സ്കിൽസ്, ഗവേഷണ കഴിവുകൾ, ഇവയൊക്കെ വികസിപ്പിക്കുകയും പിന്നെ കൂടുതൽ പഠിച്ചെടുക്കുന്ന സബ്ജക്ട് മാറ്ററിൽ ആഴത്തിലുള്ള ആ ഒരു അറിവ് നേടിയെടുക്കാൻ, ആഴത്തിൽ ആ ഒരു പഠന വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കാനും ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ് മോഡൽ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ